പരിശുദ്ധ ഇസ്ലാം തൊഴിലിനും തൊഴിലാളിക്കും നൽകുന്നത് പോലെയുള്ള ഒരു സ്ഥാനവും ഒരു അവകാശവും തൊഴിലാളിക്ക് അവന്റെ തൊഴിലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും അതിന്റെ അവകാശങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ചതുപോലെ ഒരു മതത്തിലോ ഒരു തൊഴിലാളി സംഘടനകളിലോ ഒരിക്കലും ഇല്ല. മെയ് ദിനം മെയ് 1 തൊഴിലാളിക്ക് പ്രഖ്യാപിക്കുന്ന മൂല്യങ്ങൾ നീതി, സമത്വം, മാന്യത. തൊഴിലാളിക്ക് നീതി കിട്ടണം, തൊഴിലാളിക്ക് സമത്വം കിട്ടണം, തൊഴിലാളിയോട് മാന്യമായി മാന്യതയിൽ പെരുമാറണം. ഇതാണ് തൊഴിൽ ദിനത്തിൽ മെയ് ദിനത്തിൽ പ്രഖ്യാപിക്കുന്ന മൂല്യങ്ങൾ. എന്നാൽ ഈ പ്രഖ്യാപിക്കുന്ന മൂല്യങ്ങൾ തൊഴിലാളിക്കുള്ള നീതിയും തൊഴിലാളിക്ക് വേണ്ടുന്ന സമത്വവും തൊഴിലാളിയോട് കാണിക്കേണ്ട മാന്യതയും ഇത് ഇന്നും അവകാശപ്പെട്ടുകൊണ്ട് ചോദിച്ചുകൊണ്ട് ഓരോ സംഘടനകളും അവർക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ നമുക്ക് ഉറക്കെ പറയാൻ കഴിയും, ഈ അവകാശങ്ങളെല്ലാം പരിശുദ്ധമാകുന്ന ഇസ്ലാം 1400 വർഷങ്ങൾക്ക് മുമ്പേ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഇന്നും അവകാശങ്ങൾക്ക് വേണ്ടി പോരടിക്കുമ്പോ സംഘടനകൾ, തൊഴിലാളി സംഘടനകൾ തൊഴിലാളികൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി പോരടിക്കുമ്പോ, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരങ്ങൾ നടത്തുമ്പോ, അവരുടെ തൊഴിലിന് വേണ്ടി നീതിക്ക് വേണ്ടി പോരാടുമ്പോൾ, സമരങ്ങൾ നടത്തുമ്പോൾ, അപ്പോഴൊക്കെ നമുക്ക് പറയാം ഈ അവകാശങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേടിയെടുത്തതാണ്. പ്രവാചകൻ അത് നേടിക്കൊടുത്തതാണ്. അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. ഈ രൂപത്തിൽ ഒരിക്കലും ഒരു സംഘടന, ഒരു തൊഴിലാളി സംഘടനകൾക്കോ ഒരു മറ്റു മതങ്ങൾക്കോ അവകാശപ്പെടാൻ കഴിയില്ല. നിങ്ങൾ നോക്ക്, പരിശുദ്ധ ഇസ്ലാം തൊഴിലിന് നൽകുന്നത് ഇബാദത്തിന്റെ കൂലിയാണ്. ഒരാള് തൊഴിലെടുക്കുമ്പോ ആ തൊഴിലിന് അല്ലാഹുവിന്റെ റസൂൽ പരിശുദ്ധ ഇസ്ലാം നൽകുന്നത് ഇബാദത്ത് എടുക്കുന്നതിന്റെ കൂലിയാണ്. ഇസ്ലാമിൽ ഒരു മുസ്ലിമായ ഒരാൾ ഹലാലായ മാർഗത്തിൽ പരിശ്രമിച്ച് സമ്പാദിക്കുന്ന ഒരു അമൽ, ആ ഒരു ജോലി, അത് ഇബാദത്താണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രവാചകൻ പറയുന്നു, മാ അക്കല അഹദു തുആമൻ ഖത്തു ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമൽ യദി വഅന്ന നബിയ ദാവൂദ അലൈഹിസ്സലാം കാന യഅകുല മിൻ അമൽ യദി. ഹബീബായ പ്രവാചകൻ പറയുന്നു, മാ അക്കല അഹദുൻ തുആമൻ ഖത്തു ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമൽ യദി. സ്വന്തം കൈകൊണ്ടുള്ള ഉപജീവനത്തേക്കാൾ അധ്വാനിക്കുന്ന കരങ്ങൾ, അധ്വാനിക്കുന്ന തൊഴിലാളികൾ, ആ അധ്വാനിക്കുന്ന തൊഴിലാളികളുടെ അവരുടെ കരങ്ങളെ കൊണ്ടുള്ള ഉപജീവനത്തേക്കാൾ മിച്ചമായ മികച്ച ഒരു ഭക്ഷണവും ഒരാളും കഴിച്ചിട്ടില്ല. അപ്പോൾ ഓരോ തൊഴിലാളികളും അവർ ചെയ്യുന്ന, അവരുടെ കരങ്ങളെ കൊണ്ട് ചെയ്യുന്ന തൊഴിലിന് ഇബാദത്തിന്റെ കൂലിയാണെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഉപജീവനത്തിന് വേണ്ടി അധ്വാനിക്കുന്നവനാണെങ്കിലും, കൂലിപ്പണിക്ക് വേണ്ടി അധ്വാനിക്കുന്നവനാണെങ്കിലും, ഒരു കടയിൽ പോയി അവന്റെ ഉപജീവന മാർഗമായി കണ്ടെത്തുന്ന കച്ചവടമായാലും, ആ കടയിൽ നിൽക്കുന്ന ഒരു തൊഴിലാളിയാണെങ്കിലും, അല്ലാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട്
ഹലാലായ രൂപത്തിലാണോ അവൻ സമ്പാദിക്കുന്നത്, അവൻ ചെയ്യുന്ന ഓരോ തൊഴിലും ഇബാദത്തിന്റെ കൂലി കിട്ടുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, അന്നൻ നബിയ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം, മഹാനാകുന്ന ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കാന യൽകുൽ മിൻ അമലി യദിഹി, സ്വന്തമായി അധ്വാനിച്ച് തൊഴിൽ കണ്ടെത്തി ഉപജീവനം കണ്ടെത്തിയ നേതാവായിരുന്നു മഹാനാകുന്ന ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. പ്രവാചകന്മാരുടെ ചരിത്രം നോക്കിയാലും മഹാന്മാരാകുന്ന സ്വഹാബത്തിന്റെ ചരിത്രം നോക്കിയാലും ലോകത്തിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം നോക്കിയാലും അവിടെയൊക്കെ അമ്പിയാക്കന്മാരും സ്വഹാബാക്കളും ഒക്കെ നല്ലതുപോലെ അധ്വാനിച്ച് നല്ല തൊഴിലെടുത്തുകൊണ്ട് ജീവിച്ചവരായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. തൊഴിലാളിയുടെ അവകാശങ്ങൾ ഇസ്ലാമിന്റെ ശക്തമായ നിലപാടാണ്. ഒരു തൊഴിലാളി, നമ്മുടെ വീട്ടിൽ ജോലിക്ക് വേണ്ടി നിർത്തുന്ന ഒരു ജോലിക്കാരൻ, നമ്മുടെ സ്ഥാപനത്തിൽ നമ്മുടെ കടയിൽ ജോലിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ജോലിക്കാരൻ, ഒരു തൊഴിലാളി, കച്ചവടം നടത്തുന്നവരും വീടുകളിൽ പണിക്ക് ആളെ വിളിക്കുന്നവരും അതുപോലെ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ജോലിക്ക് വേണ്ടി തൊഴിലാളികൾ നിർത്തുന്നവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. തൊഴിലാളിയുടെ അവകാശങ്ങൾ ഇസ്ലാമിന്റെ ശക്തമായ നിലപാടാണ്. മുസ്ലിമായ നാം ഒരാളെ ജോലിക്ക് വേണ്ടി നിർത്തുമ്പോ ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം പറയുന്നു, തൊഴിലാളിയുടെ അവകാശങ്ങൾ ഇസ്ലാമിന്റെ ശക്തമായ നിലപാടാണ്. ഇസ്ലാം തൊഴിലാളിയുടെ അവകാശങ്ങൾ വളരെ വ്യക്തമായി നിർദ്ദേശിക്കുന്നു. മഹാനാകുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉഅ്തുൽ അജീറ അജ്റഹു ഖബ്ല യജഫ ഇർഖഹു, നബിയിനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇന്ന് ഏതൊരു തൊഴിലാളി സംഘടനകൾക്കും പഠിക്കേണ്ട ഒരു ഹദീസാണ്. ഏതൊരു കച്ചവടക്കാരനും അവന്റെ കടയിൽ ജോലിക്ക് നിർത്തിയാൽ, ഏതൊരു പണിക്ക് വേണ്ടി ഒരാളെ നിർത്തിയാൽ, അത് ഏത് കാര്യമാകട്ടെ, ഒരു തൊഴിലിന് വേണ്ടി ഒരാളെ വിളിച്ചു കൊണ്ടുവന്നാൽ ആ വിളിക്കുന്ന മുതലാളിക്കും കടയുടമയ്ക്കും തൊഴിലാളി അവർക്കെല്ലാം മനസ്സിലാക്കിയിരിക്കുന്ന ഒരു ഹദീസാണ്. ഹബീബായ പ്രവാചകൻ പറയുന്നു, ഉഅ്തുൽ അജീറ അജ്റഹു ഖബ്ല അൻ യജഫ ഇർഖഹു. ഒരു തൊഴിലാളി, ഒരു ജോലിക്കാരൻ, അവൻ ജോലി എടുത്തു കഴിഞ്ഞാൽ, അവന്റെ ടൈം കഴിഞ്ഞാൽ, അവന്റെ ജോലി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ, അവന്റെ ശരീരത്ത് വന്നിരിക്കുന്ന ആ ജോലി കാരണമായി അവന്റെ ശരീരത്ത് വന്ന വിയർപ്പ്, ആ വിയർപ്പ് ഉണങ്ങുന്നതിന് മുമ്പ് അവന്റെ ശമ്പളം, അവന്റെ വേതനം നീ കൊടുത്തിരിക്കണമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങൾ പറയാ, ആ അധ്വാനിക്കുന്ന തൊഴിലാളിയുടെ ശരീരത്തിൽ നിന്ന് വന്ന വിയർപ്പ് ഉണങ്ങുന്നതിന് മുമ്പ് നീ അവന്റെ ശമ്പളം കൊടുത്തിരിക്കണം. ആ സമയത്ത് വൈകിട്ടാകട്ടെ, രാത്രിയാകട്ടെ, നാളെ ആകട്ടെ, പിന്നീടാകട്ടെ, പോയിട്ട് വേണം പറയാൻ പാടില്ല. അല്ലെങ്കിൽ അവന്റെ പൊരുത്തത്തോടു കൂടിയാവാം. താമസിക്കൽ കൊണ്ട് അവനിക്ക് എന്തെങ്കിലും വിഷമമുണ്ടായാൽ അത് പാടില്ല. വീട്ടിൽ ഒരു ജോലിക്കാരനെ വിളിച്ചു, അല്ലെങ്കിൽ കടയിൽ ഒരു പണിക്കാരൻ നിർത്തി, അവന്റെ ജോലി കഴിഞ്ഞ് പോകുമ്പോൾ അവന് വേതനം കൊടുത്തിരിക്കണം. അതെല്ലാം അവനിക്ക് പൊരുത്താണ്, എനിക്ക് പതുക്കെ തന്നാ മതി, കുഴപ്പമില്ല. നേരെ മറിച്ച് അവനൊരു ആവശ്യക്കാരനായിരിക്കവേ, അവന്റെ അധ്വാനം കഴിഞ്ഞാൽ, അവന്റെ ശരീരത്ത് അവന്റെ വിയർപ്പ് ഉണങ്ങുന്നതിനു മുമ്പ് ആ ശമ്പളം, വേതനം കൊടുക്കണമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതുപോലെ പ്രഖ്യാപിച്ച ഒരു പ്രത്യയശാസ്ത്രം ഏതുണ്ട്? ഒരു നേതാവുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തൊഴിലാളി സംഘടനകളുണ്ടോ ഇതുപോലെ പ്രഖ്യാപനം നടത്തിയത്? ഇല്ല, എങ്ങുണ്ടാവില്ല.
അതാണ് ഇസ്ലാം നൽകുന്ന സ്ഥാനം. നിങ്ങൾ നോക്ക്, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ടല്ലോ, വൈലുൽ ലിൽ മുത്തഫിഫീൻ. മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. അല്ലാഹു പറയാ വൈലുൽ ലിൽ മുത്തഫിഫീൻ, അളവിൽ ചതി കാണിക്കുന്നവർക്കാണ് നാശം. ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരാകുന്ന മുഫസ്സിരീങ്ങൾ നൽകുന്നു, ചതിവ് കാണിക്കുക എന്ന് പറഞ്ഞാൽ അതേ ഒരാളെ ജോലിക്കെടുത്തു, ആ ജോലി ചെയ്തത് വൈകിപ്പിക്കുന്നത് പോലും അനീതിയാണ്. ജോലി കഴിഞ്ഞവന്റെ വേതനം വൈകിപ്പിക്കുന്നത്, ശമ്പളം വൈകിപ്പിക്കുന്നത് അനീതിയാണെന്ന് ഖുർആൻ പറയുന്നു. ജോലി ചെയ്യിപ്പിച്ച് പ്രതിഫലം നൽകാതിരിക്കുന്നതോ, ഒരാളെ ജോലിക്ക് കൊണ്ടുവന്നു, ആ ജോലി കഴിഞ്ഞിട്ട് ശമ്പളം കൊടുക്കുന്നില്ല, അവന്റെ വേതനം കൊടുക്കുന്നില്ല, അത് പിന്നെയാകട്ടെ എന്ന് പറഞ്ഞ് വൈകിപ്പിക്കുന്നത് വൈലുൽ ലിൽ മുത്തഫിഫീൻ. അങ്ങനെ വൈകിപ്പിക്കുന്നവന് വൈലെന്ന് പറയുന്ന നരകമാണ്. അത് അനീതിയാണ്, നീതിക്ക് എതിരാണ്. ആ തൊഴിലാളിയുടെ വേതനം വൈകിപ്പിക്കാൻ പാടില്ല. ഇസ്ലാം പറയാണ്, ഖുർആൻ പറയാണ്, നിബിധങ്ങൾ പറയാണ്. ആരുണ്ട് അങ്ങനെ പ്രഖ്യാപിച്ചത്? അതേ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വലാ തബ്ഖുസുന്നാസ അശിയാഅഹും. സൂറത്തുൽ ഹൂദിന്റെ ആയത്താണ്. വലാ തബ്ഖുസുന്നാസ അശിയാഅഹും. ഒരൊറ്റ ആളുകൾക്കും അവർക്ക് അവകാശപ്പെട്ട വേതനത്തെ നീ പിന്തിപ്പിക്കാൻ പാടില്ല. പിന്തിപ്പിക്കരുത്, കൊടുക്കരുതെന്നല്ല, കൊടുക്കാതിരിക്കുന്ന വലിയ നാശം. പിന്തിപ്പിക്കാൻ പോലും പാടില്ല. അതേ ഹബീബായ പ്രവാചകൻ പറയുന്നു, വലാ തൻഖുസുന്നാസ ഹുഖൂഖഹും വലാ തൻഖുസുന്നാസ ഹുഖൂഖഹും അല്ലതി യജിബു അലൈക്കും അൻ തുവഫൂഹും കൈലൻ ഔ വസൻ ഔ ഗൈറ ദാലിക. മനസ്സിലാക്കണം, ഹബീബായ പ്രവാചകൻ പറയാണ്, വലാ തൻഖുസുന്നാസ ഹുഖൂഖഹും. ഒരാൾ ജോലിയെടുത്ത്, ആ ജോലിയെടുത്ത ആൾക്കുള്ള വേതനം അത് അയാൾക്ക് അവകാശപ്പെട്ടതാണ്. 1000 രൂപയ്ക്ക് ഒരാൾ പണിയെടുത്തു, പറഞ്ഞൊപ്പിച്ചു വെച്ചു, അല്ലെങ്കിൽ ശമ്പളത്തിന് നിർത്തി. ആ ശമ്പളം കൊടുക്കേണ്ട സമയമായി, അല്ലെങ്കിൽ അവന്റെ അലൈക്കും, അവന് നിർബന്ധമായും അവന്റെ ഹക്കാകുന്ന വേതനവും ആ വേതനം ചുരുക്കി കൊടുക്കൽ, പറഞ്ഞതിനേക്കാൾ ചുരുക്കി കൊടുക്കുക. നിശ്ചിത എമൗണ്ടിന് ജോലിക്കാളെ നിർത്തി, ജോലി കഴിഞ്ഞപ്പോഴോ അല്പം കുറച്ചാ കൊടുക്കുന്നത്. അങ്ങനെ തന്നെ ഉണ്ടാവുമല്ലോ. 1000 പറഞ്ഞ് ഒപ്പിച്ച് വിളിക്കും, ജോലി കഴിയുമ്പോ 800 കൊടുക്കുള്ളൂ. അങ്ങനെ ചില ബിസിനസ്സുകാരുണ്ട്. മനസ്സിലാക്കിക്കോ, ഹബീബായ പ്രവാചകൻ പറയുന്നു, വലാ തൻഖുസുന്നാസ ഹുഖൂഖഹും അല്ലതി യജിബു അലൈക്കും അൻ തുവഫൂഹും കൈലൻ ഔ വസനൻ ഔ ഗൈറ ദാലിക. ഈ രൂപത്തിൽ ശമ്പളം, ആ വേതനം കുറച്ചു കൊടുക്കാൻ പാടില്ല. അങ്ങനെ കുറച്ചു കൊടുത്താൽ അവനിക്ക് വൈലെന്ന് പറയുന്ന നരകമാണെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവമായി ഇസ്ലാം പഠിപ്പിക്കുകയാണ്. മെയ് 1 തൊഴിലാളികൾക്ക് വേണ്ടി സമരം നടത്തുകയും രാവിലെ തൊഴിലാളി ദിനമായി ആചരിച്ച് പ്രകടനം നടത്തുകയും ചെയ്യുന്ന മുഴുവൻ സംഘടനകളും, തൊഴിലാളിക്ക് വേണ്ടി ശബ്ദിക്കുന്ന മുഴുവൻ സംഘടനകളും, മുഴുവൻ പ്രത്യയ ശാസ്ത്രങ്ങളും ഇസ്ലാം തൊഴിലാളിക്ക് നൽകിയ അവകാശങ്ങൾ, ഇസ്ലാം തൊഴിലാളിക്ക് നൽകിയ മൂല്യങ്ങൾ, ഇസ്ലാം തൊഴിലാളിക്ക് നൽകിയ നീതികൾ ഒന്ന് പഠിച്ചാൽ അവിടെ ഇസ്ലാമിന്റെ ആ സ്ഥാനം ലോകം മനസ്സിലാക്കും. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. മഹാനാകുന്ന അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിൽ കാണാം, അല്ലാഹു തആല പറഞ്ഞതായി, അല്ലാഹു പറഞ്ഞതായി നബി തങ്ങൾ പറയുന്നു, 3 വിഭാഗം ആളുകൾ
അന ഖസ്മുഹും യൗമൽ ഖിയാമ. ഖിയാമത്ത് നാൾ അവന്റെ കാര്യം അവതാളത്തിലാണ്. ഖിയാമത്ത് നാളിൽ ഒരുവൻ 3 വിഭാഗം ആളുകളുടെ കാലം അവതാളത്തിലാണ്, അവൻ പ്രശ്നത്തിലാണ്, അവൻ സുഗമമായ ഖിയാമത്ത് നാൾ നിൽക്കുകയില്ല. ഹബീബായ പ്രവാചകൻ പറയുന്നു, അവസാനം പറയുന്നു, 3ാമത്തെ വിഭാഗത്തെ കുറിച്ച് പറയുകയാണ്. അൻതുവഫു അന ഖസ്മുഹും യൗമൽ ഖിയാമത്തി റജുലുൻ ഉഅതി ബി സുമ്മ ഗദറ വറജുലുൻ ബാഅ ഹുറൻ ഫഅകല തമനഹു വറജുലുൻ ഇസ്തഅജറ അജീറൻ. ഒരു തൊഴിലിന് വേണ്ടി ഒരു തൊഴിലാളിയെ വിളിച്ചു, എന്നിട്ട് അവന്റെ ശമ്പളം, അവന്റെ വേതനം മതിയാകുന്ന രൂപത്തിൽ, പറഞ്ഞുറപ്പിച്ച രൂപത്തിൽ കൊടുക്കാതിരുന്നാൽ അവന്റെ ഖിയാമത്ത് നാളിൽ വലിയ പ്രയാസം അനുഭവിക്കേണ്ടി വരുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഹബീബായ പ്രവാചകനോ വിശുദ്ധ ഖുർആനോ അല്ലാഹു തആല ഒരു തൊഴിൽ നൽകിയ സ്ഥാനവും ഒരു തൊഴിലാളിക്ക് നൽകിയ സ്ഥാനം പോലെ അല്ലാഹു പഠിപ്പിച്ചതുപോലെ ഹബീബായ പ്രവാചകൻ പറഞ്ഞതുപോലെ ഒരൊറ്റ സംഘടനകൾക്കും അവകാശപ്പെടാൻ കഴിയില്ല. തൊഴിലാളിയെ ജോലിക്കെടുത്തു, പക്ഷേ അവന്റെ വേതനം കൃത്യമായി കൊടുക്കാത്തവൻ അവൻ ഖിയാമത്ത് നാൾ വിഷമത്തിലാണ്. അതേപോലെ തന്നെ അനീതിയായ തൊഴിലുടമകൾക്ക്, തൊഴിലാളികളോട് അനീതി കാണിക്കുന്ന തൊഴിലുടമകൾക്ക് അല്ലാഹുവിന്റെ മുന്നിൽ കഠിനമായ ഉത്തരവാദിത്തമാണ്. അല്ലാഹു തആല ചോദ്യം ചെയ്യപ്പെടുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒന്നുകൂടി മനസ്സിലാക്കിക്കോ. ഹബീബായ പ്രവാചകൻ പ്രത്യേകിച്ച് പറയുന്നു, നബി ഉമാമത്ത് റളിയല്ലാഹു അൻഹു, അബീ ഉമാമത്ത് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മനിഖതഅ ഹഖ്കം ബിഇം മുസ്ലിമിൻ ബിയമീനി ഫഖദ് ഔജബല്ലാഹു ലഹുൻ നാറ വഹറമ അലൈഹിൽ ജന്ന. ഹബീബായ പ്രവാചകൻ പറയുകയാണ്, തന്റെ കീഴിൽ ജോലിയെടുക്കുന്ന തൊഴിലാളി ആരുമായിക്കോട്ടെ, ഒരു ഉടമയുടെ കീഴിൽ തൊഴിലെടുക്കുന്ന ഒരു തൊഴിലാളി, ആ തൊഴിലാളി അവൻ അധ്വാനിച്ചതിനെ ഒരാൾ കുറച്ചു കൊടുത്തു, അല്ലെങ്കിൽ നിങ്ങൾ പറയാണ് തടഞ്ഞു വെച്ചു, അങ്ങനെ കൊടുക്കാതിരുന്നു എങ്കിൽ ഫഖദ് ഔജബല്ലാഹു ലഹുൻ നാർ വഹറമ അലൈഹിൽ ജന്ന. തൊഴിലാളിക്ക് തൊഴിൽ ചെയ്തതിന് ശേഷം ശമ്പളം കൊടുക്കാതെ, വേതനം കൊടുക്കാതെ തടഞ്ഞു വെച്ചാൽ അവന് നരകം നിർബന്ധമാണ്, സ്വർഗം ഹറാമാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ശമ്പളം പിടിച്ചു വെച്ചാൽ, ജോലി എടുത്തിട്ട് ശമ്പളം പിടിച്ചു വെച്ചു, തൊഴിലാളിക്ക് ശമ്പളം കൊടുത്തില്ല എങ്കിൽ അവനക്ക് സ്വർഗം ഹറാമാണ്, നരകം നിർബന്ധമാണ്. ഇത് കേട്ടപ്പോൾ ഒരു സഹാബി ചോദിച്ചു, നബിയേ ഒരു അല്പമൊക്കെ കുറച്ചു കൊടുത്താലോ നബിയേ? പൂർണ്ണമായിട്ടല്ല, എല്ലാം പിടിച്ചു വെച്ചില്ല, കുറച്ച് കൊടുത്താലോ? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്, അതേ ഖളീബം മിൻ അറാഖ്, ഒരു അറാഖിന്റെ ഒരു ചെറിയ ചില്ല, ഒരു ചെറിയ മരക്കഷ്ണമാണെങ്കിൽ പോലും കുറച്ച് കൊടുക്കാൻ പാടില്ലെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അതെന്താണ്, എന്താ പറയാ, തൊഴിലാളിക്ക് വേണ്ടി ശബ്ദിച്ച നേതാവ്, ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഞങ്ങൾ പറയാണ്, നബി തങ്ങൾ പറയാണ്, മൻ ളറബ മംലൂകൻ ളുൽമ ഖയ്യദ മിൻ യൗമൽ ഖിയാമ. തൊഴിലെടുക്കുന്ന തൊഴിലാളിയെ ഒരാൾ അകാരമായി അടിച്ചാൽ, തൊഴിലാളി ആ ജോലിക്കിടയിൽ എന്തെങ്കിലും അശ്രദ്ധ കൊണ്ടോ മറ്റോ തെറ്റുകൊണ്ടോ ഏതോ ആയിക്കോട്ടെ, മൻ ളറബ മംലൂകൻ ളുൽമ, ആ തൊഴിലാളിയെ അടിച്ചാൽ, അവനെ ആക്ഷേപിച്ചാൽ, അവനെ ചീത്ത വിളിച്ചാൽ,
നബി തങ്ങൾ പറയുന്നു ഖയ്യദ മിൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാൾ ഈ തൊഴിലുടമ അനുഭവിക്കുക തന്നെ ചെയ്യും. അവന് ശക്തമായ സമയമായിരിക്കും ഖിയാമത്ത് നാളിൽ. അവിടെ ഒരു എളുപ്പം ഉണ്ടാവില്ല. അതുകൊണ്ട് തൊഴിലാളികളോട് നല്ല മയത്തിൽ പെരുമാറേണ്ടതുണ്ട്. ഹബീബായ പ്രവാചകനെ കുറിച്ച് അല്ലാഹു നമ്മുടെ സ്വതക്കുകളെല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് നല്ല രീതിയിൽ എല്ലാ ആഴ്ചയും പറയുന്നതാണ്, എല്ലാവരും നല്ല സ്വതക്കുകൾ കൊടുക്കണം. അല്ലാഹു നമ്മുടെ അമലുകളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഭാവത്തെ കുറിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുകയാണ്. ما ضرب رسول الله صلى الله عليه وسلم شيئا قط بيده ولا امرأة ولا خادما. നബി തങ്ങൾ ഒരിക്കൽ പോലും തന്റെ ഭാര്യയെ അടിച്ചിട്ടില്ല. വലാ ഖാദിമ, നബി തങ്ങൾ ഖാദിമീങ്ങൾ, നബി തങ്ങൾക്ക് ജോലിയെടുക്കുന്നവർ, അങ്ങനെയുള്ള ഒരാളെയും നബി തങ്ങൾ അടിച്ചിട്ടില്ല എന്ന് മഹദിയാകുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുകയാണ്. അതേ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൊഴിലാളികളെ അടിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അവനെ കുറ്റപ്പെടുത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, അവരെ ആക്ഷേപിച്ചില്ല എന്ന് മാത്രമല്ല, മഹാനാകുന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു ദിവസം ഇബ്നു മസ്ഊദ് തങ്ങൾ പറയാണ്, ഒരു ദിവസം കുന്തു അളിബു ഗുലാമൻ ലീ, ഞാൻ എൻ്റെ തൊഴിലാളിയെ ഒന്ന് അടിച്ച്. ഇബ്നു മസ്ഊദ് തങ്ങൾ പറയാ, ഞാൻ എൻ്റെ ജോലി എടുത്ത തൊഴിലാളിയെ ഒന്ന് അടിച്ച സമയത്ത് എന്റെ പിറകിൽ ഒരു ശബ്ദം കേട്ട്, എന്താ കേട്ട്? അല്ല ഇബ്നു മസ്ഊദേ, നീ എന്താ പഴയ ആ വിവരമില്ലാത്ത കാലഘട്ടത്തിലാണോ ഇപ്പോഴുള്ളത്? ഞാൻ പെട്ടെന്ന് ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് എന്ന് നബി പറയാണ്. അപ്പോൾ ഇബ്നു മസ്ഊദ് തങ്ങൾ അങ്ങോട്ട് പറഞ്ഞു, നബിയേ, നബിയെ, അറിയാൻ സംഭവിച്ചു പോയി. ഞാൻ ആ ജോലിക്കാരനെ, ആ അടിമയെ ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ഒരടി കേസ് ഒന്ന് അടിച്ചത് കൊണ്ട് അവനെ പൂർണ്ണമായിട്ടങ്ങ് മോചിപ്പിച്ചു. അപ്പോഴാണ് ഹബീബായ പ്രവാചകൻ പറയുന്നു, അമാ ലൗ ലം തഫഅൽ ലഫഅല ഫലഫഅതകന്നാർ ഔ ലമസതകന്നാർ. അബൂ മസ്ഊദേ, നീ അങ്ങനെ സ്വതന്ത്രനാക്കിയില്ലായിരുന്നുവെങ്കിൽ നിന്നെ ലമസതകന്നാർ, നിനക്ക് നരകം നിർബന്ധമായി പോയേനെ. നീ ഇപ്പോ രക്ഷപ്പെട്ടു. അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹബീബായ പ്രവാചകൻ വാണി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കീഴിൽ, നമ്മുടെ കടകളിൽ, നമ്മുടെ മേഖലകളിൽ നമുക്ക് വേണ്ടി ജോലിയെടുക്കുന്ന ഒരു തൊഴിലാളിയെ പോലും അടിക്കാനോ ആക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനോ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല.